ജി ടി എഡ്യൂക്കേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിലെ ഫ്രേസസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് 4 മാർക്കാണ്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള ആ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം ഈ ഫ്രേസിൻ്റെ ചോദ്യം ഇതാണ്: മിസ്റ്റർ ജോൺ ഡാഷ് മിസ്റ്റർ ക്രോണിൻ ഓൺ ബോർഡ് ദ ഷിപ്പ് ആഫ്റ്റർ 25 years. അപ്പോൾ ഫ്രേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് നമുക്കൊരു മീനിങ്. ഇപ്പം ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഗീവ് കൊടുക്കുക, അപ്പ് മുകളിൽ, അപ്പോൾ മുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അതിൻ്റെ അർത്ഥം റിസൈൻ, അബാൻഡൻ, സ്റ്റോപ്ഡ്, നിർത്തി, ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ നിങ്ങൾ ഫ്രേസിൻ്റെ അർത്ഥം ശരിക്കും പഠിച്ച് തന്നെ വെക്കണം. ഊഹിച്ച് എഴുതാനായിട്ട് പോയാൽ എല്ലാ കേസിലും ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ ഞാൻ ഇതിൻ്റെ മീനിങ്സ് ഒന്ന് പറയാം. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ്. കം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ്. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്. ദ ഫയർ, ദ വാട്ടർ പുട്ട് ഓഫ് ദ ഫയർ, ഫയർ വാട്ടർ, ഫയറിനെ ഇല്ലാതാക്കുന്ന, എക്സ്റ്റിങ്ക്വിഷ് എന്ന അർത്ഥമാണ്. ഇതുകൂടാതെ മറ്റ് കുറച്ച് ഫ്രേസസ് നമുക്ക് കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം. ഇവിടെ നമുക്ക് മിസ്റ്റർ ജോൺ ഹൈഫൻ, അവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഏത് ഫ്രേസ് വെർബാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. മിസ്റ്റർ ക്രോണിൻ ഓൺ ബോർഡ് ദ ഷിപ്പ് ആഫ്റ്റർ 25 years. 25 വർഷത്തിന് ശേഷം മിസ്റ്റർ ജോൺ ക്രോണിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സെൻറ്റൻസ് വൈസ് നമുക്കറിയാം. ഇവിടെ ഏത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? ഇവിടെ ഇതുവരെ കം ക്രോസ്, കം എക്രോസ് അല്ലേ. മിസ്റ്റർ ജോൺ കം എക്രോസ് മിസ്റ്റർ ക്രോണിൻ ഓൺ ബോർഡ് ദ ഷിപ്പ് ആഫ്റ്റർ 25 years. ഓക്കെ. ഇനി രണ്ടാമത്തേതിൽ പറയുന്നത് ക്രോണിൻ കുഡ് നോട്ട് ഡാഷ് ഹൂ ദ മാൻ വാസ്. ക്രോണിന് ആരാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ ഇതാണ് നമുക്കറിയാം, മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കുഡ് നോട്ട് മേക്ക് ഔട്ട്. പിന്നെ അപ്പോൾ നമുക്ക് 1 മാർക്കാണ്, 2 മാർക്ക് ഈസി നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ബൈ ദെൻ മിസ്റ്റർ ജോൺ ഹാഡ് ഡാഷ് ഓൾ ബാഡ് ഹാബിറ്റ്സ്. അപ്പോൾ അപ്പോഴേക്കും മിസ്റ്റർ ജോൺ അയാളുടെ എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം വരുമ്പോൾ നമുക്ക് എന്ത് വരും? മിസ്റ്റർ ജോൺ ഹാഡ് ഗീവ് അപ്പ് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഗിവൺ അപ്പ് എന്നുള്ളതാണ് വരിക, കാരണം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഗീവ് അപ്പ് തന്നാലും നമുക്ക് കൃത്യമായിട്ട് സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്, ഹാഡ് ഗിവൺ അപ്പ് എന്നുള്ളതാണ് വരിക. ഓൾ ബാഡ് ഹാബിറ്റ്സ്, ഗീവിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗിവൺ. ഹി ആൻഡ് ഹിസ് വൈഫ് ഡാഷ് ഡെലിക്കറ്റ് യൂത്ത്സ് ആൻഡ് കണ്ടക്റ്റഡ് ക്യാമ്പ്. അപ്പോൾ അവനും അവരുടെ വൈഫും അപ്പോൾ എന്താണ്, ഡെലിക്കറ്റ് യൂത്ത്സിന് വേണ്ടിയിട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഹി ആൻഡ് ഹിസ് വൈഫ്, ഇവിടെ ഡെലിക്കറ്റ് യൂത്തിനെ സംരക്ഷിക്കുക എന്നുള്ള അർത്ഥം വരും. ലുക്ക് ആഫ്റ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആയാലും ഇവിടെയും പാസ്റ്റ് ടെൻസിന് ഉപയോഗിക്കണം. വൈഫ് ലുക്ക്ഡ് ആഫ്റ്റർ ഡെലിക്കൻ്റ് ആയിട്ടുള്ള യൂത്ത്സിനെ സംരക്ഷിക്കാനായിട്ട് ക്യാമ്പ്സ് നടത്തുകയാണ് എന്നുള്ള മീനിങ്ങാണ് അവിടെ വരിക. ഇനിയിപ്പോൾ ഇതിൽ പറയാത്ത ഒരു ഫ്രേസാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ എക്സ്റ്റിങ്ക്വിഷ്, ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥമാണ്. വാട്ടർ പുട്ട് ഓഫ് ഫയർ, വെള്ളം ഫയറിനെ ഇല്ലാതാക്കുന്നു, അവിടെ പുട്ട് ഓഫ് ഉപയോഗിക്കാം. ഇനി അടുത്ത 1-2 ഫ്രേസുകളും കൂടി ഞാനൊന്ന് പറയാം. ഞാനിതൊന്ന് മാറ്റിയിട്ട് ഇവിടെ എഴുതാം. ഗോ ഓൺ എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ട്. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ എന്നാണ് മീനിങ്. അപ്പോൾ പോകുക എന്നുള്ള അർത്ഥമല്ല, ഗോ ഓണിൻ്റെ മീനിങ് കണ്ടിന്യൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ സ്റ്റുഡൻറ്റ് ഗോസ് ഓൺ വിത്ത് ഹിസ് ഹയർ സ്റ്റഡീസ്. അവൻ്റെ ഹയർ സ്റ്റഡീസായിട്ട് സ്റ്റുഡൻ്റ് അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ള അർത്ഥം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ വെൻറ്റ് ഓൺ, കണ്ടിന്യൂഡ് എന്നുള്ള അർത്ഥമാണ്. വെൻറ്റ് ഓൺ, WENT, വെൻറ്റ് ഓൺ എന്ന് പറയും. ഇനി അടുത്തൊരു ഫ്രേസ് നമുക്ക് പറയാം, പുട്ട് ഓൺ എന്ന് വെച്ചാൽ വെയർ, ധരിക്കുക എന്നുള്ളതാണ്. ഐ പുട്ട് ഓൺ എ ന്യൂ ഷർട്ട്, ഞാനൊരു പുതിയ ഷർട്ട് ധരിച്ചു. ഓക്കെ. ഇനി നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന മറ്റ് പുട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറയുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ടോളറേറ്റ് എന്നുള്ളതാണ്, സഹകരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മീനിങ്ങാണ് പുട്ട് അപ്പ് വിത്ത്. നമുക്ക് സമയക്കുറവ് കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഫ്രേസ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇത് ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക്
ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും സഹായിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും നല്ല മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുന്നു.